ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ മോനുണ്ട് ഒപ്പം അവനിത് ഓരോ കോപ്പറേറ്റ് തരങ്ങളൊക്കെ കാട്ടുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ അത് രാവിലെ തന്നെ ചോറിന് വെള്ളം വെക്കുകയാണ് കേട്ടോ. കുറച്ച് വേവേറിയ അരിയാണ്, അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ചോറിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരക്ക അരിഞ്ഞ് റെഡിയാക്കാം കേട്ടോ. ചുരക്ക ഞാൻ താളിക്കുകയാണ് കേട്ടോ ചെയ്യുക. എപ്പോഴെങ്കിലും പരിപ്പിട്ടിട്ട് കറി വെക്കും. മിക്കവാറും ഞാൻ ചുരക്ക താളിക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇതാ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചുരക്ക അരിഞ്ഞതൊക്കെ നമുക്കൊന്ന് ചട്ടിയിലേക്ക് ആക്കാം കേട്ടോ. ചട്ടിയിലേക്ക് മാറ്റുകയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ചുരക്ക. പിന്നെ അതിലേക്ക് ഒരു 3 പച്ചമുളക് കീറിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ടിട്ട് താളിക്കാനായിട്ട് ചെയ്യുക. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി പാകത്തിന്. അപ്പോൾ ഇതാണ് കേട്ടോ താളിപ്പ്. അപ്പോൾ ഇനി ഞാൻ അടുപ്പത്ത് വെക്കട്ടെ. ഇത് ചുരക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വേണതോടുകൂടി അതും കൂടി വെന്തോളും. അപ്പോൾ ഇനി അടുത്ത് കുറച്ച് പാത്രങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോനെ എണീറ്റു കേട്ടോ. ചെറിയ മോനെ എണീറ്റു. അപ്പോൾ അവനെടുക്കാനും അവനക്ക് ചായയൊക്കെ കൊടുത്ത് അവിടെ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളോട് കഴുകിയെടുക്കുകയാണ്. അതൊക്കെ ഞാൻ സ്റ്റാൻഡിലേക്ക് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കയ്യോടെ അത് ചെയ്താൽ പിന്നെ അത് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ അത് ഇനി നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിനി അരി കഴുകിയിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോന് ഇത് അടുത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ അതോടെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അരി ഇട്ട പാടെ ഞാൻ അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ, അല്ലെങ്കിൽ അരിയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് മേലെ ഞാൻ അതുപോലെ വെള്ളം വെക്കും. ഇത് വെള്ളം നമ്മുടെ വറ്റി വരുമ്പോൾ ചൂടോടുകൂടിയ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചാൽ ചോറ് ചിലപ്പോൾ കുതിരും, അപ്പോൾ പെട്ടെന്ന് തിളച്ച് വരില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളം വെച്ച് കൊടുക്കണേ. അപ്പോൾ അതിന് തിളക്കുന്നതോടുകൂടി ആ വെള്ളം ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വരട്ടിയതാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അത് അരിഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മോന് കരഞ്ഞപ്പോൾ അവനെ അവിടെ കൊണ്ടിരുത്തി മക്കൾ നോക്കുന്നുണ്ട്. അവനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും, ഇല്ലെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ വരും. അപ്പോൾ അത് ഉരുളക്കിഴങ്ങ് വലിയുള്ളി മാത്രമാണ് കേട്ടോ ഞാൻ അതിലേക്ക് അരിയണത്. അപ്പോൾ ഉരുളക്കിഴങ്ങും വലിയുള്ളിയും ചിക്കൻ മസാലയും മതി കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങ് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കറുപ്പടിക്കും. അപ്പോൾ ഞാനത് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വാർക്കാൻ വെക്കണം കേട്ടോ. ചോറ് ഞാൻ വാർക്കാൻ വെക്കലാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും സവാളയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി ചോറെടുത്ത് അടുപ്പത്തിലേക്ക് വെച്ചിട്ടോ. ഒന്നും കൂടി ഒന്ന് ആവണം. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് ഒന്ന് വെച്ചു. അപ്പോൾ അത് വെള്ളം കുടിക്കാനുള്ള വെള്ളം ഞാൻ അപ്പുറത്തെ അടുപ്പിലും വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് കറി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ അടുപ്പത്തേക്ക് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറി താളിക്കും വേണം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് വരട്ടിയെടുക്കും വേണ്ടേ.
അപ്പോൾ ഞാൻ ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായാൽ ചെറുള്ളിയും കറിവേപ്പിലയും ഒരുമിച്ചിട്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യൽ. ഇതൊന്ന് ബ്രൗൺ കളറായാലും നമുക്ക് ഇതിലേക്ക് കറി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് വരട്ടിയെടുക്കാവുന്നത്. അപ്പോൾ അതിലേക്ക് ഇത് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ബ്രൗൺ കളറായാലും നമുക്ക് ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ ചിക്കൻ മസാല ആഡ് ചെയ്യണത് കുട്ടികൾക്ക് ഒന്നുകൂടി ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്യണത്. ഇനി അതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് വരട്ടിയത് റെഡിയാവും. അപ്പോൾ ഇനി കുറച്ച് കൊണ്ടാട്ടമാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ പോണത്. ഇത് വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നമ്മുടെ ബാക്കി വന്ന് ചോറും കൊണ്ട് ഉണ്ടാക്കിയ കൊണ്ടാട്ടമാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയാൽ ബാക്കി ചോറ് വന്നാൽ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതൊന്നിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡിയാവും കേട്ടോ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല ഉണക്കം തട്ടിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഫ്രൈ ആയി വന്നോളും. ഇപ്പോൾ കൊണ്ടാട്ടുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ ബാക്കി വന്ന ചോറിലേക്ക് കുറച്ച് മുളക് പൊടിയും ജീരകവും തൈരും ഉപ്പും പാടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ ബോൾ പോലെ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം. അല്ലെങ്കിൽ ഒരു കവറിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നീളത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ഉണങ്ങി വരുമ്പോൾ തന്നെ ഇതുപോലെ ആയി വന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഉഗ്രൻ സാധനമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതറിയണ കുറേ പേരുണ്ടാവും. അറിയാത്തവരിനോടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അറിയണവർക്ക് അറിയാം ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സാധനമാണെന്ന്. ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൊണ്ടാട്ടൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മോൾക്ക് ഞാൻ ചോറെടുത്ത് കൊടുക്കട്ടെ. കുറേ നേരമായി അവന് വിശക്കണോ പറയണോ. മോനിക്കുള്ള ഫുഡ് ഇതാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അവനക്കത് കൊടുക്കട്ടെ. അവന് ഉരുളക്കിഴങ്ങ് വരട്ടിയത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കൊണ്ടാട്ടം ഇഷ്ടമാണ്. അതാണ് അവൻ്റെ മൊത്തം സന്തോഷം. അപ്പോൾ നമ്മൾ മക്കൾക്ക് ഇഷ്ടമുള്ള പോലെ ഭക്ഷണം റെഡിയാക്കി കൊടുക്കുന്നത് ഞമ്മൾക്കും സന്തോഷമാണ്. മക്കൾക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അവർ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എനിക്കുള്ള ഫുഡും കൂടി ഒന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഫുഡ് കഴിക്കട്ടെ. ഇനി അതിലൊരു സ്പെഷ്യൽ ഐറ്റം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനതിൽ കാണിച്ചു തരാം. അപ്പോൾ സ്പെഷ്യൽ പറഞ്ഞാൽ നമ്മുടെ കാന്താരിയാണ് കേട്ടോ. കാന്താരി ഉപ്പിലിട്ട് വെച്ചതാണിത്. അപ്പോൾ ഇനി ഇതാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്.
അപ്പോൾ കുറച്ച് കാന്താരി പിന്നെ അതിൻ്റെ വെള്ളം കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ആ വെള്ളം കൂടി ഞാൻ കുറച്ച് കറീൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. ഉരുളക്കിഴങ്ങും കൊണ്ടാട്ടൊക്കെ നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ കഴിക്കൽ. അതല്ലേ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ മോന് ചുരക്കെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മോനിക്കും ഇതിൻ്റെ ഒപ്പം അങ്ങനെ വാരി കൊടുക്കലാണ് കേട്ടോ ചോറ്. അങ്ങനെ അവൻ കഴിക്കുള്ളൂ, തനിയെ സെപ്പറേറ്റ് എടുത്ത് കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.